ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ഇന്ന് ടോക്സിക്കിന്റെ ഒരു പുതിയ ടീസർ എന്ന് വന്നിട്ടുണ്ടായിരുന്നു യാഷിന്റെ ബർത്ത്ഡേ ആയിട്ട്. അത് ഞാൻ കണ്ടു. അതിനെക്കുറിച്ച് എനിക്ക് പറയാനെന്ന് തോന്നി. അപ്പൊ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ മെയിനായിട്ട് വന്നേക്കുന്നത്. ഇതിലത്തെ ചില ഭാഗങ്ങൾ, ചില സീൻസ് ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഓൾറെഡി ഇമീഡിയറ്റ്ലി വൈറലാവുന്ന പറയില്ലേ. അപ്പൊ അതിനെ കുറിച്ചിട്ടും ടീസറിന്റെ മൊത്തത്തിൽ കുറിച്ചിട്ടും പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഭാഗം ഒന്ന് കാണാം. ഗീതു മോഹൻദാസ് കൊടുത്ത പ്ലേ ബോയ് ഇൻട്രൊഡക്ഷൻ ആണ് കാണുന്നത്. യാഷിന് കാറിനുള്ളിലെ പരിപാടികൾ അത് കണ്ടു നിൽക്കുന്ന വില്ലന്മാർ. അതായത് അവൾക്ക് ഓർഗാസം വന്ന അതേ മൊമെന്റില് ബോംബ് പൊട്ടി വില്ലന്മാരെ ഒക്കെ പെട്ടൊക്കെയാണ് യാഷമ്മൻ. വരവൊക്കെ പൊളിച്ചിട്ടുണ്ട്. നല്ല BGM-ഉം സ്റ്റൈലൊക്കെ ആയിട്ട്. BGM ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, അത് പറയാൻ ചെയ്യാൻ പറ്റില്ല. മേക്കിംഗ് ഒക്കെ നല്ല രസത്തിലെടുക്കുന്നുണ്ട്. ക്വാളിറ്റി സൂപ്പറാണ്. ടോക്സിക്, ഗീതു മോഹൻദാസ്, ഡയറക്ഷൻ 19/3/2026. അപ്പൊ ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റിച്ച് ഫ്രെയിമില്, ഇടിവെട്ട് സിനിമാറ്റോഗ്രാഫിയില്, നല്ല BGM-ലാണ് സാധനം ഒരുക്കിയേക്കണത്. പക്ഷെ എന്തുകൊണ്ട് ഇത്രമാത്രം ഒരു ചർച്ചാ വിഷയമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണിച്ച ആ വിഷ്വൽസ് ആണ്. കാരണം ഒരു ഗാങ്സ്റ്റർക്ക് ടോക്സിക് എന്നുള്ള പേരിട്ട് ഉള്ള പടത്തില് ഗാങ്സ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ തന്നെ ആവണമെന്ന് തോന്നിയിട്ട് ഗീതു മോഹൻദാസ് ചെയ്ത പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇങ്ങനെ തന്നെ ആവണോ? ഇങ്ങനെ തന്നെ ഒരു ഗാങ്സ്റ്റർക്ക് ഇൻട്രൊഡക്ഷൻ കൊടുത്താലാണ് അതിന്റെ ഇമ്പാക്ട് കിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയല്ല. വേറെ ഏത് തരത്തിൽ കൊടുത്താലും ആ ഒരു ഇമ്പാക്ട് കിട്ടും. ആ ക്വാളിറ്റിയാണ് അവിടെ വരേണ്ടത്. പിന്നെ പറയും ടോക്സിക് എന്ന് പേരിട്ടിട്ട് ഇതുപോലത്തെ കാണിച്ചാൽ എന്താ എന്ന് ചോദിക്കും. ടോക്സിക് എന്ന് പേരിട്ടോ. ടോക്സിക് എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം. അതിനിടയിൽ ഒരു ഗാങ്സ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനും കാറിന്റെ ഉള്ളിൽ സെമിത്തേരിയിൽ ഇതുപോലത്തെ പരിപാടികളൊക്കെ കാണിക്കുമ്പോൾ ആണ് അതിലൊരു ചേർന്ന് പോവാത്തത്. കാണുമ്പോൾ നമുക്ക് ഇത് അഡൾട്ട് ഓറിയന്റഡ് പടത്തിന്റെ പ്രൊമോഷൻ പോലെ തോന്നും. അത് ആ രീതിയിലാണ് ഇവര് ആ ഒരു കാറിന്റെ ഉള്ളിൽ എൻ്റയർ ഷോട്ട്. ഇവൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഓർഗാസം വരുന്ന മൊമെന്റിലാണ് അവിടെ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത്. ആ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത് അതിന്റെ ഒരു സിംബോളിക് ആയിട്ട് ഒരു കാണിച്ചേക്കാണ്. ഇത് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക, ഇത് ഒരുമാതിരി എയർ റേറ്റഡ് അഡൾട്ട് പടത്തിലെ വലിയ സെറ്റപ്പില് ബിഗ് ക്യാൻവാസിൽ എടുത്ത പോലെ ഒരു സംഭവം. അത് സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ളത് സംശയമില്ല, അത് ഓക്കെയാണ്. പിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ മലയാളികൾ തന്നെ ആരാണെങ്കിലും ഇപ്പൊ ഒരു ട്രോൾ ഇമീഡിയറ്റ്ലി ഗീതു മോഹൻദാസ് ട്രോളിന് ഇരയാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഗീതു മോഹൻദാസ് ഇതിനു മുമ്പ് പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളാണ്. ആ സ്റ്റേറ്റ്മെന്റുകൾക്ക് വിരോധമായിട്ടാണ് പടത്തിൽ വരുന്നത്. അപ്പൊ പറയും ഇത് എന്റെ ക്രിയേറ്റിവിറ്റി അല്ലേ, ഇത് ടോക്സിക് എന്ന് പേരിട്ടിട്ട് എനിക്ക് ഇങ്ങനെ കാണിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ഓക്കെ. അപ്പൊ പിന്നെ അനിമൽ എന്ന് പേരിട്ടിട്ട് അനിമൽ പടത്തിൽ കാണിച്ചതിന് നിങ്ങൾ ഇങ്ങനെ വിമർശിക്കാൻ പാടില്ല. നിങ്ങളെ ടീം മെയിനായിട്ട് WCC. അപ്പൊ WCC-ൽ പാർവതി ഇവരൊക്കെ നടന്ന് വിമർശിച്ച സംഭവങ്ങളാണ്. ഫീമെയിൽസിനെ വളരെ മറ്റേ മോശമായി ചിത്രീകരിക്കുന്നു. ഈവൻ ലൂസിഫറിലത്തെ റഫ്താർ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം സോങ്ങിനെ അടക്കം ഇവർ വിമർശിച്ചവരാണ് ഈ ടീംസ്. ആ ടീംസിന്റെ ഒരു ആളായിരുന്നു ഗീതു മോഹൻദാസ്. ഇപ്പൊ WCC-ൽ ഇല്ല അവിടുന്ന് തോന്നുന്നു. അപ്പൊ അതിനോടൊരു ദേഷ്യപ്രകാരമാണോ ഇങ്ങനെ കാണിച്ചേക്കണമെന്ന് എനിക്കറിയില്ല. ഇതിൽ ഇഷ്ടംപോലെ ഫീമെയിൽസ് ഇനിയും വരാനുണ്ട്. നയൻതാര, കിയാര അദ്വാനി, രുക്മിണി, പിന്നെ ടാര സുൽത്താരിയ. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ ഇനിയുണ്ട്. കംപ്ലീറ്റ് ഫീമെയിലാണ് ഇതിൽ കൂടുതൽ ഒരു ഇപ്പൊ തന്നെ കാസ്റ്റ് ചെയ്തേക്കണത്. അപ്പൊ ഈ ഒരു പടത്തില് എന്തൊക്കെ ആയിരിക്കും, ഇതിനെക്കാട്ടും വലിയ പ്ലേ ബോയിസം ആയിരിക്കോ ഇതിൽ വരാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടീസർ കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും അക്രമങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്നതിനുള്ള സൂചനയായിട്ടാണ് തോന്നുന്നത്. ഇതിൽ ഇവർക്ക് ഒരു വലിയ ക്യാൻവാസിൽ എടുക്കാനുള്ള എല്ലാ സംഗതികളും ഇതിലുണ്ട്, അത് ഉറപ്പ്. അതിനുള്ള ഒരു സംഭവങ്ങൾ നമുക്ക് ആ ഒരു മേക്കിങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പോ മറ്റു ഡയറക്ടേഴ്സോ മറ്റു വരങ്ങ പുരുഷന്മാരോ അല്ല മറ്റു ആൾക്കാരോ ഈ ഫീമെയിൽസിന് ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് കുറ്റം പറഞ്ഞിട്ട് അവർ ഇങ്ങനത്തെ പടങ്ങൾ കാണിക്കുമ്പോഴാണ് നമുക്ക് അതിലൊരു വിരോധാഭാസം തോന്നുന്നത്. എല്ലാത്തിനും ക്രിയേറ്റിവിറ്റിയാണ്, എല്ലാത്തിനും നമ്മുടെ ഫ്രീഡം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ഇവർക്ക് വിമർശിക്കാം, ഇവരെന്ത് വേണമെങ്കിൽ കാണിക്കാം. അതാണ് യോജിച്ചു പോകാൻ പറ്റുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ടോക്സിക് എന്ന് പേരിട്ടിട്ട് ഇതുപോലെ കാണിച്ചതിൽ തെറ്റില്ല, ഓക്കെ. പക്ഷെ ഇങ്ങനത്തെ ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു ഗാങ്സ്റ്റർക്ക് കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. അത് ഞാൻ ഇപ്പൊ ഒരു മാസ് ഫീലിന് വേണ്ടിയിട്ടാണ് ഇവർ കാണിച്ചെങ്കിൽ യാഷിന് സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വാക്കിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന് പോലത്തെ ഒരു ഇതില് യാഷാണ് ഇതിന്റെ ഒരു കഥ കൂടി എഴുതിയേക്കണമെന്നാണ് മനസ്സിലായത്.
അറിയില്ല എന്താണ് ഉണ്ടാവാൻ പോണത്. ദുരന്തർ പാർട്ട് 2 ഒപ്പമാണ് ഈ പടം ഇറങ്ങാൻ പോണത്. സെയിം റിലീസ് ഡേറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് അപ്പൊ ദുരന്തർ പാർട്ട് 2 എന്ന് പറഞ്ഞാൽ ദുരന്തർ ഇപ്പൊ കത്തി നിൽക്കുന്ന സമയമാണ്. അതിന് ഭയങ്കര ഹൈപ്പാണ്, എല്ലാം ചർച്ച വിഷയമാണ്. അപ്പൊ അതുപോലത്തെ ഒരു പടത്തിനൊപ്പം ഇങ്ങനെ ഒരു പടം ഇറക്കുമ്പോൾ ഇവർക്ക് ഈ സ്റ്റൈലും മേക്കിംഗ് ക്വാളിറ്റിയും നല്ല BGM മാത്രം ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. അതിൻ്റെ ഉള്ളിലത്തെ കഥ പിടിച്ചു നിൽക്കുന്നതായിരിക്കണം, എന്തെങ്കിലും എൻഗേജിങ് ആയിരിക്കണം, നല്ല രീതിയിൽ വരണം. വെറും കോൺട്രോവേഴ്സി, വെറും പ്ലേ ബോയ് തരം, വെറും കളി കുത്തിക്കഴപ്പ് അങ്ങനത്തെ പരിപാടികളാണ് പടത്തിൻ്റെ ഉള്ളിൽ കാട്ടം കിട്ടുന്നെങ്കിൽ നോർത്തിലേക്കറിയില്ല, ഇവിടെ വൻ പരാജയമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നല്ല രീതിയിൽ എടുത്താൽ ഈ പടത്തിന് നല്ലൊരു റെസ്പോൺസ് കിട്ടും. പക്ഷെ ടൈറ്റ് ആയിരിക്കും, നോക്കാം. ഇതൊക്കെയാണ് എനിക്ക് ഇതിന്റെ ടീസർ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള എൻ്റെ ഒരു വ്യൂ പോയിന്റ്. ഇതുപോലെ തന്നെ ആവണമെന്ന് നിങ്ങൾക്കില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കാം. അപ്പൊ ഇതുപോലത്തെ വീഡിയോസും റിവ്യൂസും ഒക്കെ ആയിട്ട് ഞാൻ ഇനി വരാം. അപ്പൊ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, ഷെയർ ചെയ്യുക.